ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തനംതിട്ടയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയ്ക്ക് നല്ല ഉഗ്രൻ വിജയം തന്നെ നേടിയിരിക്കുകയാണ്. അപ്പോൾ നയനയുടെ വിജയം കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവർക്കും കുശുമ്പ് മൂത്ത് വല്ലാത്തൊരവസ്ഥ. പക്ഷേ നവ്യയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ നയനയോട് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് പറയുകയാണ്. അപ്പം നയനയാണെങ്കിൽ തൻ്റെ കുടുംബത്തെക്കുറിച്ചും തനിക്ക് സപ്പോർട്ട് നിന്ന ആൾക്കാരെ കുറിച്ചും പിന്നെ മുത്തശ്ശനെക്കുറിച്ചും ആദർശിനെ ബാക്കി എല്ലാവരെയും കുറിച്ച് നല്ല രീതിയിൽ തന്നെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ അഭിക്കാണെങ്കിൽ കലി വന്നിട്ട് ഒരു രക്ഷയില്ല. ഇവളുടെ വിജയം കാണാൻ വേണ്ടിയാണോ ഇത്ര നേരം ഇവിടെ ഇരുന്നത്, ഇത്രയും ദൂരം വന്നത് എന്നൊക്കെയാണ് അഭി അവിടെ ചിന്തിക്കുന്നത്. പക്ഷേ നവ്യ മറ്റൊരാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നത് നമ്മുടെ മാളവികയെ തന്നെയാണ്. പക്ഷേ മാളവികയുടെ മുഖത്ത് നവ്യ കണ്ടത് വളരെയേറെ സന്തോഷം. അപ്പോൾ നവ്യയ്ക്ക് കൂടുതൽ സംശയം തോന്നുകയാണ്. അപ്പോൾ ഞാൻ സംശയിച്ചതൊക്കെ ശരി തന്നെയാണ്. മാളവികയും ആദർശ് നയനയ്ക്ക് ഒരു കെട്ടാണെന്ന് അവർക്ക് മനസ്സിലാകുകയും ചെയ്തു. അപ്പോൾ നവ്യയാണെങ്കിൽ എനിക്കിപ്പോൾ എല്ലാം പൂർണ്ണമായും എനിക്ക് മനസ്സിലായി. ഏതായാലും എൻ്റെ നയന ജയിച്ചല്ലോ, അതായിരുന്നു എൻ്റെ മനസ്സിലെ ആഗ്രഹം. അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ നയന ആ കിടിലൻ പ്രസംഗമൊക്കെ അവിടെ തുടരുകയാണ്. നമ്മുടെ ആദർശിനെ കുറിച്ചൊക്കെ നല്ല പുകഴ്ത്തി തന്നെ പറയുകയാണ്. താൻ എങ്ങനെയാണ് ഈ കുടുംബത്തിലേക്ക് കയറി വന്നതെന്നും അതിനുശേഷം മറ്റുള്ളവർ തന്നോട് എങ്ങനെയായിരുന്നുവെന്നും അതിനുശേഷം തനിക്ക് ഉണ്ടായ വളർച്ചയും ഒക്കെ നയന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കേട്ട നമ്മുടെ അനിക്കാണെങ്കിൽ അതിലേറെ സന്തോഷം തോന്നുക. പിന്നീട് കാണിക്കുന്നത് ആദർശിനെയും നന്ദുവിനെയാണ്. അപ്പം നന്ദു ആണെങ്കിൽ ആദർശേട്ടാ ഈ പായസം കുടിച്ച് എലിസബത്ത് ആൻറ്റി നമ്മുടെ വിജയത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പായസം കൊടുക്കുകയാണ്. അല്ലെങ്കിലും വിജയിക്കുമെന്ന് എനിക്കറിയായിരുന്നു. കാരണം നയനയല്ലേ ഇത് ഡിസൈനൊക്കെ ചെയ്തത്. അപ്പം നയനയുടെ ഡിസൈനെ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരുടെ ഡിസൈനേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ആദർശേട്ടാ എനിക്ക് എല്ലാവരും അഭിനന്ദിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനായിട്ടാ, അനിയെ കാണാൻ പാടും നിങ്ങളൊക്കെ വിലക്കിയിരിക്കുകയല്ലേ. അപ്പം പിന്നെ അനിയുള്ള സ്ഥലത്തേക്ക് എനിക്ക് വരാനായിട്ട് സാധിക്കില്ലല്ലോ. അത് സത്യം തന്നെയാണ്, ആ വിലക്കൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ അനിയനെ വിശ്വാസം, അതേപോലെ തന്നെ നയനയ്ക്ക് നിന്നെയും വിശ്വാസമാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടി കൂടൂലേ, ആ സമയത്ത് എന്തോ ഞങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു സംശയം. ആ ഒരു രീതി മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്തിനാ ആദർശമായിട്ട് ഇങ്ങനെ സംശയങ്ങളും വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയാം. എന്തായാലും വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. പക്ഷേ ഇത് വലിയൊരു ട്രീറ്റ് തന്നെ കൊടുക്കണമല്ലോ ആദർശേട്ടാ എന്നിങ്ങനെ നന്ദു പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ട്രീറ്റ് കൊടുക്കണമെങ്കിൽ നയനയ്ക്ക് മാത്രം കൊടുത്താൽ പോരല്ലോ, അനിക്കും കൂടി കൊടുക്കണം. മൂർത്തീസ് കമ്പനിയുടെ MD അല്ലേ അനി. അപ്പം അതുകൊണ്ട് തന്നെ അനിക്കും നയനയ്ക്കും ഒരേപോലെ കൊടുക്കണം. അത് പിന്നെ ആദർശേട്ടാ അനിക്ക് കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലല്ലോ. കാരണം നിങ്ങളുടെയൊക്കെ വിലക്ക് കാരണം ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ രണ്ട് ധ്രുവത്തിലായിട്ട് താമസിക്കല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ ആദർശേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയണം. അതേതായാലും തൽക്കാലം അങ്ങോട്ട് മാറ്റി വെച്ചേര് നന്ദു എന്നും പറഞ്ഞ് കാര്യങ്ങൾ. പക്ഷേ ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത് ജ്വല്ലറിയുടെ വൈരാഗ്യമാണ്. ഇനി ഇതിന് പിന്നിൽ ആരാ പ്രവർത്തിച്ചെന്നൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ അറിയണമല്ലോ. ഇപ്പം ഏതാണ്ട് അവർ തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിലാണ്. മൂർത്തീസ് കമ്പനി വീണ്ടും വിജയിച്ചെന്നറിയുമ്പോഴേക്കും ഈ എതിരാളികളെല്ലാം നമ്മളുടെ മുന്നിലേക്ക് വരിക തന്നെ ചെയ്യുന്നതു. അപ്പോഴായിരിക്കും ഇനി യഥാർത്ഥ ശത്രു ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ പറയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വീണ്ടും നമ്മുടെ നയനയാണ്. അപ്പോൾ നയന ഇങ്ങനെ പ്രസംഗം കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അനിയുടെ ഫോണിലേക്ക് ഒരു കോള് വരിക. അത് ആദർശിൻ്റെ കോളായിരുന്നു. അനിയുടെ ഫോണിലേക്കല്ല, നമ്മുടെ നയനയുടെ ഫോണിലേക്ക് ആദർശിൻ്റെ കോള് വരികയാണ്. അപ്പോൾ ഈ നയനയുടെ ഫോൺ ഇരിക്കുന്നത് അനിയുടെ കയ്യിലും തന്നെയായിരുന്നു. അപ്പോൾ ആദർശിൻ്റെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എടുത്തില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചു. അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ മുത്തശ്ശനെ കുറിച്ച് തന്നെ പറയാം. മുത്തശ്ശനെ വാതോരാതെ ഇങ്ങനെ മുത്തശ്ശനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് പെട്ടെന്ന് വേറൊരു കോളും കൂടി വരികയാണ് നയനയുടെ ഫോണിലേക്ക്. അപ്പം അനി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അത് മുത്തശ്ശൻ. ഇത് കണ്ട അനി ആകെ ഞെട്ടിപ്പോവാണ്. ഇതെന്താ മുത്തശ്ശൻ വിളിക്കുന്നത്? അപ്പോൾ മുത്തശ്ശൻ ഏട്ടത്തെ വിളിക്കാറുണ്ടോ? അപ്പോൾ ഇവർ തമ്മിലുള്ള പിണക്കം മാറിയോ? ഇനി എല്ലാവരും വലിയ നാടകം കളിക്കുകയാണോ? സംശയങ്ങൾ ഇങ്ങനെ കുതിച്ചു വരുന്നു വരികയാണ് അനിയുടെ മനസ്സിലേക്ക്. പക്ഷേ ആ ഒരു കോളും നമ്മുടെ അനി എടുക്കാനായിട്ട് തയ്യാറായില്ല. അങ്ങനെ നമ്മുടെ നയനയുടെ ഈ സംസാരം എല്ലാം അവസാനിച്ചു. അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞ് അനിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും ഏട്ടത്തി അതിഗംഭീരമായി തന്നെ പ്രസംഗിച്ചിട്ട് ഏട്ടത്തി എല്ലാവരെക്കുറിച്ചും കൂടുതൽ സംസാരിച്ചല്ലോ. കൂടുതലും മുത്തശ്ശനെ കുറിച്ചാണ് ഏട്ടത്തി സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് പിന്നെ എന്തൊക്കെ മുത്തശ്ശിനെ പിണക്കമുണ്ടെങ്കിലും എനിക്കങ്ങനെ മറക്കാനും വെറുക്കാനൊന്നും പറ്റില്ലല്ലോ അനി. അതുകൊണ്ടാണ് എനിക്ക് മുത്തശ്ശിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടി വന്നത്. ഏതായാലും നമുക്ക് തന്നെ വിജയം കൈവരിക്കാനായിട്ട് പറ്റിയല്ലോ. അപ്പം മുത്തശ്ശൻ സന്തോഷം കൊണ്ട് മതിമറന്ന് നിൽക്കുന്നൊരവസ്ഥയായിരിക്കും.
അത് ശരിയാണ് ഏട്ടത്തി. എടുത്തിട്ട് ഫോണിലേക്ക് 2-3 കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആരൊക്കെ വിളിച്ചെന്ന് തോന്നണം, ഒന്ന് നോക്കിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങോട്ട് കൊടുക്കാം. ഫോൺ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നയന നോക്കി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ്റെ കോള കിടക്കുന്നത്. മുത്തശ്ശൻ്റെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, മുത്തശ്ശനാണല്ലോ വിളിച്ചത്. അതെ, ഞാൻ ഇപ്പം വരാവേ എന്നും പറഞ്ഞുകൊണ്ട് നയന അവിടെ നിന്ന് എണീറ്റ് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും അനിയും പുറകെ ചെല്ലുക. അപ്പോൾ മാറി നിന്നിട്ട് മുത്തശ്ശനെ തിരിച്ചു വിളിക്കുക എത്രയും പെട്ടെന്ന്. വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോളെ, ഞാനേ മോളുടെ കാര്യം ഇപ്പം പറഞ്ഞതേ ഉള്ളൂ, മോൾ വിളിച്ചിട്ട് എന്നെ ഫോൺ എടുക്കാതിരുന്നത്. പിന്നെ മുത്തശ്ശ, ഞാനേ പ്രസംഗിക്കായിരുന്നു, ആ സമയത്തെ ഈ ഫോൺ ഇരുന്നത് അനിയുടെ കയ്യിലാണ്. അയ്യോ, ഞാൻ വിളിച്ചതെങ്ങാനും അവൻ കണ്ടായിരുന്നോ? കണ്ടിട്ടില്ലെന്നാ തോന്നുന്നത്. അവനെ ശ്രദ്ധിച്ചൊന്നുമില്ല. പിന്നെ കോൾ വന്ന ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. അവനെ എൻ്റെ കയ്യിലേക്ക് ഫോൺ തന്നു കഴിഞ്ഞപ്പോഴേക്കേ ആദർശേട്ടനും വിളിച്ചിട്ടുണ്ട്, മുത്തശ്ശനും വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തശ്ശനെ പെട്ടെന്ന് വിളിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്നത്. ഏതായാലും മോളെ സന്തോഷമായിട്ടോ, ഒരുപാട് സന്തോഷമായി. അതേ മുത്തശ്ശ, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഈ വിജയം അതെ നമ്മൾ ആസ്വദിക്കേണ്ടത് തന്നെയാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ അനി ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. അനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുകയും ചെയ്തു. അപ്പോൾ ഇവർ തമ്മിൽ ശരിക്കും പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്ന് ശരിക്കും മനസ്സിലായിരിക്കുകയാണ്. അപ്പോൾ ഫോണോടെ കട്ടാക്കുക. അനി പെട്ടെന്ന് അങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇരുന്ന് സംസാരിക്കണം. ഏതായാലും ഒരുപാട് സന്തോഷമായി. നയനമോള് വിളിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഏതായാലും നമ്മുടെ ശത്രുക്കളെല്ലാം തകർന്ന് തരിപ്പണമായി വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട് നയനമോളാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ. പിന്നെ അനിയേയും കൂടി കൂട്ടാൻ കാരണം അവന് പേടിയാണെങ്കിൽ കൂടിയും നയനയുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് നിന്നല്ലോ. അവനും അവളെയും നമ്മൾ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ലെന്നൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സംസാരിക്കുകയാണ്. പക്ഷേ ഇനിയും ശത്രുക്കൾ കൂടി വരികയാണല്ലോ. ഇദ്ദേഹത്തിന് തകർക്കാൻ വേണ്ടി ഇനി ഏതൊക്കെ ആൾക്കാർ ഇറങ്ങുമെന്ന് ഒരു പിടിയുമില്ല. ആരൊക്കെ ഇറങ്ങിയാൽ എന്താ, നമ്മളുടെ കൊച്ചുമക്കൾ നമ്മളുടെ കൂടെ തന്നെ ഇല്ലേ? അപ്പം നമ്മളെ തകർക്കാനായിട്ട് ആരെ കൊണ്ട് സാധിക്കത്തില്ല എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം എനിക്കാണെങ്കിൽ ഇങ്ങനെ സംശയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ അനിയും അതേപോലെ തന്നെ നയനയും കൂടി വീട്ടിലേക്ക് തിരിച്ചു. ഈ സമയം തന്നെ നന്ദുവും ആദർശും കൂടി സംസാരിക്കുകയാണ്. അവരിപ്പോൾ തന്നെ വരുമല്ലേ ആദർശേട്ടാ? തീർച്ചയായിട്ടും അവർ വരും. അവർ വരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത്രയും നേരം കാത്തിരുന്നത്. എന്തിനാ? കൂടെ അനിയുണ്ട്. അനിയുണ്ടെന്ന് വിചാരിച്ച് എനിക്ക് ഇവിടുന്ന് പോകാനായിട്ട് പറ്റുമോ ആദർശേട്ടാ? എൻ്റെ നയനേച്ചിയും വരുന്നതല്ലേ, എൻ്റെ ചേച്ചി എനിക്ക് കാണണ്ടേ? അതും പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ ഇതാ വരുന്നു നയനയും അനിയും കൂടി വരികയാണ്. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ്. ആദർശേട്ടാ, നമ്മൾ വിജയിച്ചു ആദർശേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയാം. അതിനൊരുപാട് സന്തോഷമായിട്ടോ. പക്ഷേ നമ്മുടെ നയന പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ അനിയും നന്ദും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പോൾ ആ നോട്ടത്തിൽ എന്തൊക്കെയോ വശപ്പശ കണ്ടെന്ന് നയന മനസ്സിലാക്കുക. അപ്പോൾ നയനയ്ക്ക് എന്തൊക്കെയോ ഇങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ആദർശ് ഇങ്ങനെ എന്തൊക്കെയോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഇനി ഇവിടുന്ന് സംസാരിക്കാതെ നേരെ അകത്തേക്ക് കയറി വാ. എടാ ഇനി നീ എപ്പോഴാണ് പോകുന്നത്? അയ്യോ, ഞാൻ പെട്ടെന്നൊന്നും പോകുന്നില്ല ആദർശേട്ടാ, കുറച്ചു നേരം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെ കുറച്ചു നേരം കഴിയുന്നത് വരെയും കാത്തിരിക്കണ്ട. കേക്കൊക്കെ മുറിച്ച് പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് സ്ഥലം വിട്ടോളാം കേട്ടോ എന്ന് അനിയോട് പറയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ ആ ഒരു പായസം കുടിയും അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിയുക. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദുവിൻ്റെ അനിയുടെ അരികിലേക്ക് നയന വരിക. അപ്പോൾ നയന ചോദിക്കുകയാണ്, എന്താ അനി, നീ പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ഏട്ടത്തി, നന്ദു എവിടെ ഏട്ടത്തി? അവളകത്തുണ്ട്. അല്ല, ഞാനിവിടം വരെ വന്നാണല്ലോ, അപ്പം നന്ദുവിനോടൊന്ന് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അയ്യോ, അത് കുഴപ്പമില്ലടാ. അതെ, നന്ദുവിനോട് യാത്ര ഞാൻ പറഞ്ഞോളാം. നീ പോയെന്നുള്ള കാര്യം ഞാൻ ഏതായാലും പറഞ്ഞോളാം, കുഴപ്പമൊന്നുമില്ല. നീ പോകാൻ നോക്കും മോനെ. അതെന്താ ഏട്ടത്തി, ഞാൻ നന്ദുവിനോട് യാത്ര പറഞ്ഞെന്ന് വിചാരിച്ച് ഒരു കുഴപ്പവും സംഭവിക്കാനായിട്ട് പോകുന്നില്ലല്ലോ. പിന്നെ എന്താ പ്രശ്നം? അയ്യോടാ, കുഴപ്പമൊന്നും സംഭവിക്കില്ല. പക്ഷേ എൻ്റെ മോനിനെ നന്ദുവിനെയും കാത്തോണ്ട് നിൽക്കണ്ട. ഞാൻ കണ്ടായിരുന്നു നീ നന്ദുവിനെ കണ്ടെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കിയതൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ അനി, അതൊന്നും ഇവിടെ നടക്കത്തില്ല. നീ പോകാൻ നോക്കും മോനെ എന്ന് പറഞ്ഞപ്പോഴേക്കും ശരിയേട്ടത്തെ, എങ്കിൽ പിന്നെ ഞാൻ പോകാം. ശരി, പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അനിയെ പറഞ്ഞു വിടുകയാണ്. അപ്പോഴേക്കും ദാ വരുന്ന നന്ദു. അപ്പോൾ നന്ദുവിനോട് പറയുകയാണ്, അനി പോയിട്ടോ, ഞാൻ കേട്ടായിരുന്നു ചേച്ചി, നിങ്ങൾ സംസാരിക്കുന്നത് മുഴുവൻ ഞാൻ കേട്ടായിരുന്നു. അനി എന്നോട് യാത്ര ചോദിക്കാൻ വന്നെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? അതെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ തമ്മിൽ ഒന്ന് യാത്ര ചോദിച്ചെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. പക്ഷേ അമ്മയുടെ കോൾ എനിക്ക് വന്നായിരുന്നു. പ്രത്യേകം നിന്നെ ശ്രദ്ധിക്കണമെന്ന് അമ്മ എന്നോട് പറഞ്ഞായിരുന്നു. അനിയുടെ എൻഗേജ്മെൻ്റ് ഒക്കെ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുക. ആ സമയത്ത് നീ കൂടുതൽ അടുപ്പങ്ങളൊന്നും കാണിക്കാൻ നിൽക്കണ്ട. ഇപ്പേ
ഒരു പറച്ചിലുണ്ട്, അവൻ ഈ കല്യാണത്തിന് സമ്മതിക്കാത്തത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന്. എന്ത് ചേച്ചി പറയുന്നത്? എന്നോടുള്ള ഇഷ്ടം കൊണ്ടോ? അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല. അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു വീട്ടിൽ കളിച്ചു വളർന്ന മക്കളല്ലേ. അപ്പം അതുകൊണ്ട് ഒരു ഭാര്യയായിട്ട് അവന്തികയെ കാണാനായിട്ട് പറ്റില്ല എനിക്ക്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും നിങ്ങൾ തമ്മിലുള്ള ഇനി ഒരു കൂടിക്കാഴ്ചയും ഇനി വേണ്ട, എന്തായാലും വേണ്ട. അവൻ നല്ലൊരു കുടുംബജീവൻ നയിച്ചിട്ട് പോട്ടേന്നേ, അതിൽ നീ ഒരു തടസ്സമായിട്ട് നിൽക്കരുത് നന്ദു എന്ന് പറയുകയാണ്. ഞാൻ ആരുടെ മുന്നിൽ ഒരു തടസ്സമായിട്ട് ഇനി നിൽക്കാനായിട്ട് പോകുന്നില്ല, എനിക്ക് എൻ്റെതായ വഴികളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവും പോവുക. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുക നന്ദുവിൻ്റെ ആ ഒരു പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും. പിന്നീട് ഈ ഭയങ്കര കലിമൂത്ത് നിൽക്കുകയാണ് ഇവിടെ നാഗേന്ദ്രൻ. അപ്പം നാഗേന്ദ്രൻ അഭിയെയൊക്കെ പൊളിച്ചെടുക്കുകയാണ്. നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നമ്മൾ ശരിക്കും വിജയിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നല്ലേ, പിന്നെ എങ്ങനെ ഈ തോൽവി സംഭവിച്ചു? മാളവിക അത്രയും നന്നായിട്ട് വർക്കൊക്കെ ചെയ്താണല്ലോ, പിന്നെ എന്തുകൊണ്ട് അവൾക്ക് ഈ തോൽവി സംഭവിച്ചു? നയനെ ഭയങ്കര ഹാർഡ് വർക്കായിരുന്നു അല്ലേ? അപ്പോൾ അവൾക്ക് ഈ ഗർഭിണിയായ സമയത്തും കൂടി അവൾ ഇതിന് വിട്ടുകൊടുക്കാതെ അവൾ ഇതിന് പിന്നാലെ തന്നെ നടക്കുമായിരുന്നല്ലേ? അതാണ് അച്ഛാ അത് വല്ലാത്തൊരു ഇതായി പോയത്. നയനയാണെങ്കിൽ ഗർഭിണിയായിട്ട് പോലും ഉറക്കൊഴിച്ച് ഡിസൈനും മുഴുവനും വരക്കുമായിരുന്നു. ഓരോരോ പുതിയ ഡിസൈനുകളായിരുന്നു അവൾ വരച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവന്തിക പറയണേ, ഏതായാലും അനിയേട്ടനല്ലേ ജയിച്ചത്, അനിയേട്ടൻ വിജയിച്ചതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇത് കേട്ട അബിക്ക് കലി വരികയാണ്. ഓഹോ, അപ്പൊ അനി വിജയിച്ചതിൽ നിനക്ക് സന്തോഷമാണല്ലേ? സന്തോഷമാണ്. അപ്പൊ നിന്റെ പ്രാർത്ഥന മുഴുവനും നമ്മൾ നോക്കണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛൻ തന്നെയാണ് എനിക്ക് വലുത്. അച്ഛനെ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരാരേ ഉള്ളൂ. പിന്നെ നമ്മൾ തോറ്റുപോയാലും ഇപ്പം എന്ത് ചെയ്യാനാ? അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ തമ്മിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി മാളവികയെ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. കാരണം തോക്കുന്ന ഒരു ആളെ ഇത്രയും ശമ്പളം കൊടുത്ത് ഇപ്പം നിർത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മാളവികയെ പറഞ്ഞു വിടണം. എന്നിട്ട് വേറൊരു സ്റ്റാഫിനെ നിർത്തണം. നല്ല ഡിസൈൻ ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ നമുക്ക് നിർത്തിയാൽ മതിയാവുള്ളൂ. ആ സ്റ്റാഫിനെ കിട്ടുന്നത് വരെ മാളവിക അവിടെ പിടിച്ചു നിന്നോട്ടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അബിയുടെ മുഖം ആകെ മാറുകയാണ്. കാരണം അബി ഒന്ന് വളച്ചെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ മാളവികയെ. അപ്പം ഇങ്ങനൊരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അബിക്ക് അത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഈ വിജയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് അനി സന്തോഷത്തോടെ കയറി വരുന്നത്. അപ്പോൾ അനിയാണെങ്കിൽ മുത്തശ്ശനോട് പറയണം, മുത്തശ്ശ കൺഗ്രാജുലേഷൻസ്. എന്താണ് എന്നോട് കൺഗ്രാജുലേഷൻസ് പറയുന്നത്? എടാ ഞാൻ നിന്നോടല്ലേ പറയേണ്ടത്? പക്ഷേ മുത്തശ്ശൻ പറഞ്ഞല്ലോ. ആരോട് പറഞ്ഞെന്ന്? അല്ല വിജയിച്ച ആളോട്, നയന ചേച്ചിയോട്. നയനയോടോ? നീ എന്തൊക്കെയാ പറയുന്നത്? അതേ മുത്തശ്ശ, കൊച്ചുമോളോട് അരിശമാണ് ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് നയന ചേച്ചിയെ നയനയെടുത്ത് സംസാരിച്ചത് മുഴുവനും മുത്തശ്ശനെ കുറിച്ചാണ്. മുത്തശ്ശനെ കുറിച്ച് മാത്രം. അതിനുശേഷമാണ് ആദർശേട്ടനെയും ദേവയാനി അമ്മായിയെയും കുറിച്ച് സംസാരിച്ചത്. അതിനുശേഷമാണ് എന്നെ കുറിച്ചൊക്കെ സംസാരിച്ചത്. പക്ഷേ മുത്തശ്ശനെ കുറിച്ച് പറയുമ്പോഴേ ഏട്ടത്തിക്ക് 100 നാവായിരുന്നു. അതിനുശേഷമേ മുത്തശ്ശൻ്റെ ഒരു കോള് വന്നായിരുന്നു നയന ഏട്ടത്തിയുടെ ഫോണിലേക്ക്. അത് പിന്നെ അറിയാതെ അങ്ങനെ പോകാറുണ്ട്. ഇതറിയാതെ പോയതൊന്നുമല്ല. ഞാൻ ഏട്ടത്തിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കുവേ ഏട്ടത്തി വെപ്രാളപ്പെട്ട് എനിക്കൊരാളെ വിളിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചെന്നു. ആ സമയത്തേ മുത്തശ്ശനോടാണ് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി മുത്തശ്ശ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും ഞെട്ടിത്തരിച്ചൊരവസ്ഥ നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂയുടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിലേക്ക് കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.